മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വരുന്നു വടക്കാഞ്ചേരിയിൽ മലിനജലം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാനായി പുതിയ പദ്ധതി. വടക്കാഞ്ചേരി നഗരസഭയാണ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പുതിയ പ്രോജക്റ്റ് നാടിന് സമർപ്പിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും കനാലുകളിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം ശുചീകരിച്ച് പുറത്തുവിടുന്ന റെസിപ്പി വേസ്റ്റ് ജല ട്രീറ്റ് സംവിധാനമാണ് നഗരസഭയിൽ നടപ്പാക്കുന്നത്. സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകാരമുള്ള ഏജൻസിയായ ഹെഡ്സ് ആണ് നഗരസഭയുടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. 83% തുക ശുചിത്വ മിഷനും ബാക്കി തുക നഗരസഭയും വഹിക്കും. ഒട്ടുമിക്ക രോഗങ്ങളും കുടിവെള്ളത്തിലൂടെയാണ് പകരുന്നത് എന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ, ചാലിപ്പാടം, അത്താണി, മെഡിക്കൽ കോളേജ് പരിസരം എന്നീ സ്ഥലങ്ങളിലാണ് നഗരസഭയുടെ കീഴിലുള്ള റെസിപ്പി പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. ഈ പ്രദേശങ്ങളിലെ വേസ്റ്റ് വാട്ടർ ശുചീകരിച്ച് പുറത്തേക്ക് ഒഴുക്കിക്കളയുവാൻ ഇതിലൂടെ സഹായകരമാകുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ മനോജ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ ഈ വാർഷിക പദ്ധതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റ് വയ്ക്കുകയാണ്. നമ്മുടെ വടക്കാഞ്ചേരിയിൽ 5 ഇടങ്ങളിലായിട്ട് പാക്കേജ് STP ആണ് വയ്ക്കുന്നത്. ഈ പാക്കേജ് STP എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ്ഫുള്ളി ഒരു പ്രത്യേക പ്രദേശത്തുള്ള വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇത് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും സ്ഥാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഏജൻസിയായിട്ടുള്ള ഹെക്സ് ആണ് അവരെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് ശുചിത്വ മിഷൻ അനലൈസ് ചെയ്താണ് അവരെ പദ്ധതി ഏറ്റവും നല്ലതാണ്, ബോധ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ ഓഫീസിനകത്ത് ഒരു STP വയ്ക്കുന്നുണ്ട്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ വയ്ക്കുന്നുണ്ട്, ചാലിപ്പാടം കേന്ദ്രീകരിച്ചൊരു STP വയ്ക്കുന്നുണ്ട്, അത്താണിയിൽ നമ്മൾ STP വയ്ക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജ് പരിസരം കേന്ദ്രീകരിച്ച് ഒരു STP വയ്ക്കുന്നുണ്ട്. ഇത്രയും സംവിധാനം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഒഴുക്കി കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കാനയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാന വഴി പുഴയിലേക്കൊക്കെ പോകാൻ സാഹചര്യമുള്ള മലിനജലം ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു COD BOD ഒക്കെ ഏതാണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ പുഴയിലേക്ക് അല്ലെങ്കിൽ കാനയിലേക്ക് ഒഴുക്കി കളയുന്ന സംവിധാനമാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇതിന് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഓട്ടുപാറയിൽ തന്നെ മറ്റേ കംഫർട്ട് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഏരിയ, ഒരു 3 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ വീതിയിലുള്ള ഒരു സ്ഥലം മാത്രമേ ഇതിന് നമുക്ക് വേണ്ടുള്ളൂ. പൈപ്പ് ലൈൻ, സീവർ ലൈനൊക്കെ കുറവാണ്. വളരെ എളുപ്പത്തിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയുള്ള കാലത്ത് നമ്മുടെ ജലം, നമ്മൾ ഉപയോഗിക്കുന്ന ജലം, കുടിക്കാനായാലും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പെരുമാറാനായാലും ആവശ്യമുള്ള എന്ത് തന്നെയാലും ജലം ശുദ്ധീകരിച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ വടക്കാഞ്ചേരിയിൽ ഉള്ള ജലത്തെ ശുദ്ധീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളാണ് ഇത് വയ്ക്കുന്നത്. ശുചിത്വ മിഷൻ 83% ഫണ്ട് ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി ഫണ്ട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ 5 KLD, KLD എന്ന് പറയുന്നത് ഒരു ജലത്തിൻ്റെ ഒരു കണക്കാണ്. ഇത്രയും 5 KLD ഉള്ളത് ചെയ്യുകയാണെങ്കിൽ 30 ലക്ഷം രൂപയാണ് നമുക്ക് അതിന് ആകെ ചിലവ് വരുന്നത്. അതിൻ്റെ AMC അടക്കം, ആനുവൽ മെയിൻ്റനൻസ് അടക്കം 30 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ ഓട്ടുപാറ ഒക്കെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് അവിടുത്തെ വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും അത്യാവശ്യം തുക വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു 1 ടൈം ഒറ്റത്തവണയുള്ള ഒരു ചിലവാക്കൽ മാത്രമാണ്. പക്ഷെ അതോടുകൂടിയിട്ട് ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. പ്രതിദിനം 5000 ലിറ്റർ നമുക്ക് വെള്ളം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സംസ്കരിക്കാം. 5000 ലിറ്റർ. ചാലിപ്പാടത്ത് വരുമ്പോൾ 10 KLD ആവും, 10000 ലിറ്ററിൻ്റെ ആവും ചാലിപ്പാടത്ത് വരുമ്പോൾ. കാരണം ചാലിപ്പാടത്തുള്ള സ്വകാര്യ ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ ഇവിടത്തേക്ക് വെള്ളം ഇപ്പോൾ ചാലിക്കൂടി ഒഴുകി പോകുന്നത് നമുക്ക് ഈ പ്ലാന്റിൽ കൂടെ വിടുമ്പോൾ ശുദ്ധീകരിച്ച് പുഴയിലേക്ക് തന്നെ വിടാൻ പറ്റുന്നതാണ്. ടോട്ടൽ എത്ര കോടി രൂപയുടെ ബഡ്ജറ്റാണ്? അല്ല, ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ വകയിരുത്തിയിട്ടുള്ളത് സംസ്ഥാന ശുചിത്വ മിഷനിൽ നിന്ന് 2.25 കോടി രൂപയും ശേഷിക്കുന്ന 17% തുക നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.